ഹായ്, ദിസ് ഇസ് അനുപ്രിയ. വെൽക്കം ടു അവർ ചാനൽ. നമ്മുടെ ഈവക്കുഞ്ഞിനെ കണ്ടോ, ഒരു കൈക്കുമ്പിളിൻ്റെ അത്രയേ ഉള്ളൂ കൊണ്ടുവരുന്ന സമയത്ത്. അവളെ കൊണ്ടുവരുന്ന സമയത്ത് നല്ല രീതിയിൽ അവർക്ക് ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ചെവിയുടെ സൈഡൊക്കെ നല്ല തിക്കായിട്ട് ഡാൻഡ്രഫ് നിൽക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ അതിൻ്റെ ഇറിറ്റേഷനും ചൊറിച്ചിലും ഒരു സ്മെല്ലും ഒക്കെ ഉണ്ടായിരുന്നു. സോ ഡെയിലി കോംബ് ചെയ്യുമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് വളരെയധികം സപ്പോർട്ടീവായത് പെട്രസ് എന്ന് പറഞ്ഞ വെറ്ററിനറി ഹോസ്പിറ്റലാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു പെട്രസിനെ കുറിച്ച്. ഒരു കാര്യം കൂടി പറയുവാണേ, എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ക്വരീസും എന്തു തന്നെയായാലും കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യണേ. പെട്രസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പെട്രസ് ലൊക്കേറ്റ് ചെയ്തിട്ട് കാക്കനാടാണ്. ഞങ്ങൾ സെർച്ച് ചെയ്ത സമയത്ത് ഫസ്റ്റ് ഗവൺമെൻറ് വെറ്ററിനറി ഹോസ്പിറ്റലിൽ വന്നായിരുന്നു. പക്ഷേ റേറ്റിംഗ്സിൻ്റെ കാര്യത്തിൽ കുറച്ച് കുറവായതുകൊണ്ട് ഞങ്ങൾ സെക്കൻഡ് ഓപ്ഷൻ പെട്രസിലേക്കാണ് പോയത്. പക്ഷേ ഞങ്ങളുടെ ഓപ്ഷൻ സെലക്ഷൻ കറക്റ്റ് ആയിരുന്നു. പെട്രസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ആ ഒരു പേരിന് തന്നെ അർത്ഥവത്തായ ഒരു സംഭവമാണ്. പെട്രസ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് ട്രസ്റ്റ് ചെയ്ത് എപ്പോൾ വേണമെങ്കിൽ പോകാവുന്ന സ്ഥലമാണ്. 24 hours സർവീസും ഉണ്ട്. സോ ഡോക്ടേഴ്സ് ആണെങ്കിലും സ്റ്റാഫ് ആണെങ്കിലും വളരെ കോപ്പറേറ്റീവാണ്, വളരെ സപ്പോർട്ടീവാണ്. നമുക്ക് എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് അവർ തരും. ഞങ്ങൾ പോയ സമയത്ത് തന്നെ ഞങ്ങളടുത്ത് ചോദിച്ചത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണോ പെറ്റ്സിനെ വളർത്തിയിട്ട് ചോദിച്ചു. അതേന്ന് പറഞ്ഞ സമയത്ത് അപ്പം തന്നെ വിളിച്ചിരുത്തി ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങളും എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടത്, അതുപോലെ അവൾക്ക് എങ്ങനെ അവളെ കെയർ ചെയ്യണം, ഒരു ബേബിയെക്കാട്ടിലും ഇതായിട്ടാണ് കെയർ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ അവളെ നല്ല കെയറിങ്ങോടെയാണ് ഓരോ സ്റ്റാഫുകളും എടുത്തുകൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നു. സോ അവളും ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. പുതിയ ആൾക്കാരെ കാണുന്ന പോലെയല്ല, അവളും ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ പല കാര്യങ്ങളും നമുക്ക് പുതിയ അറിവുകളായിരുന്നു. ഞങ്ങൾ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യുന്ന ഫ്ലോർ ക്ലീനറും കാര്യങ്ങളൊക്കെ മാറ്റിയ അത് അവർക്കൊരു ഇറിറ്റേഷൻ വരും, അല്ലെങ്കിൽ അവർക്കൊരു റിയാക്ഷൻ വരും എന്നുള്ള രീതിയിൽ ഞങ്ങൾ അതെല്ലാം മാറ്റി. ഞങ്ങളുടെ ലൈഫ് തന്നെ ഭയങ്കര ചേഞ്ച് ആയിരുന്നു യോ വന്ന ശേഷം. പക്ഷേ അത് നല്ലൊരു ചേഞ്ച് ആയിരുന്നു. ഞങ്ങൾ ആ ഒരു ഓരോ മൊമെൻറ്റ്സും ഞങ്ങൾ എൻജോയ് ചെയ്യുമായിരുന്നു. ഫസ്റ്റ് തന്നെ അവളുടെ പ്രോബ്ലം ഡാൻഡ്രഫിൻ്റെ ആയിരുന്നു. അപ്പോൾ ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂസ് ഫുൾ ചെക്ക് ചെയ്തു. പോയപ്പോൾ തന്നെ അവളുടെ വെയിറ്റ് ചെക്ക് ചെയ്തു, അവളുടെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്തു, അതേപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കി. പിന്നെ ഈ ഒരു ഡാൻഡ്രഫിൻ്റെ ഇഷ്യൂസിന് ആദ്യം തന്നത് ഡ്രൈ ബാത്താണ്. അപ്പോൾ ആദ്യം അഡ്വൈസ് ചെയ്തിരുന്നു കുളിപ്പിക്കരുത്, ഒരു 3 months മാക്സിമം കുളിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലത്, അവരുടെ ആരോഗ്യത്തിനാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു അഡ്വൈസ് തന്നിട്ടുണ്ടായിരുന്നു. ഫംഗൽ റിയാക്ഷൻസിനൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ടുള്ളൊരു ഡ്രൈ ബാത്തായിരുന്നു വിവാൽഡീസിൻ്റെ ഡ്രൈ ബാത്ത്. അത് യൂസ് ചെയ്താൽ ബെറ്റർ ആയിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ അത് കറക്റ്റ് ആയിരുന്നു. ഒരു 2 days അത് അപ്ലൈ ചെയ്തൊരു 2 days ആകുമ്പോഴേക്കും അവൾ ഡാൻഡ്രഫ് എല്ലാം പോയി, നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയി. നെക്സ്റ്റ് വാക്സിൻ്റെ കാര്യങ്ങളായിരുന്നു. വാക്സിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു. അപ്പോൾ പോയി കഴിഞ്ഞാൽ ഒരു റെക്കോർഡ് ഉണ്ട് കേട്ടോ അവൾക്കൊരു റെക്കോർഡ്, അവരിലും റെക്കോർഡ് ഉണ്ടാവും, നമ്മുടെയിലും ഉണ്ടാവും. ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് നമുക്ക് നോട്ടീസ് തരും. അപ്പോൾ വാക്സിൻ്റെ ഇപ്പോൾ അവൾ 5 വാക്സിനും കഴിഞ്ഞ് അത് കുറേ ഡ്യൂറേഷൻ എടുത്തിട്ടാണ്. ഫസ്റ്റ് വാക്സിൻ 19th നവംബറിനാണ് എടുത്തത്. സോ ഡോക്ടർ ജോർജ് റിപ്പു റോഷനാണ് ഫസ്റ്റ് കൺസൾട്ട്. ഞങ്ങൾ പോയ 2 പ്രാവശ്യം ആ ഡോക്ടറായിരുന്നു. അപ്പോൾ ഡോക്ടർ വളരെ സപ്പോർട്ടീവാണ്, ഒരു രക്ഷയില്ല കേട്ടോ. നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അതേപോലെ അവളെ ഭയങ്കരമായിട്ട് കെയർ ചെയ്ത് കാര്യങ്ങൾ വളരെ ഇതായിട്ട് ക്ലീനായിട്ട് പറഞ്ഞു തരും. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ട്, ജോർജ് ഡോക്ടർ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഇതുണ്ടാവും, ആളുടെ ഡേറ്റ്, നമ്മളെടുത്ത ഡേറ്റ് ഉണ്ടാവും, ഏതാ വാക്സിൻ ഉണ്ടാവും, ആളുടെ ഏത് ഡോക്ടറാണെന്നുണ്ടാവും, അതേപോലെ ഇനി എപ്പോഴാണ് വരേണ്ടത്, അതിൻ്റെ എക്സ്പയറി നെക്സ്റ്റ് ഇയറിൻ്റെ ആ ഒരു ഇയറും കൂടി ഉണ്ടാവും. അപ്പോൾ അത് ഡീറ്റെയിൽ എഴുതി തരും. അപ്പോൾ തന്നെ അടുത്ത വാക്സിൻ്റെ ഡേറ്റും അവർ താഴെ എഴുതി തരും, ഇന്ന ഡേറ്റിന് വരണം എന്നുള്ളത്. ആക്ച്വലി അത് ചെയ്യുന്നത് ഒരു വാക്സിൻ കഴിഞ്ഞ് 7 ദിവസം കഴിഞ്ഞ് അവൾക്ക് ഡിവോൺ ചെയ്യും, അത് കഴിഞ്ഞ് 7 ദിവസം കഴിഞ്ഞിട്ട് വാക്സിൻ, അങ്ങനെ ഓരോ ഡേറ്റ്സും. അപ്പോൾ ആ ഡേറ്റ് ക്ലിയർ ആയിട്ട് എഴുതും. അപ്പോൾ നമുക്ക് ആ ഡേറ്റ് ജസ്റ്റ് ഈ ബുക്ക് നോക്കിയാൽ മതി, നമുക്ക് അവളുടെ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിരിക്കും. അങ്ങനെയാണ് ആ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് നമുക്ക് വളരെ സിംപ്ലസ്റ്റായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു അവളുടെ കാര്യങ്ങളെല്ലാം. അത്രയും സപ്പോർട്ടീവ് ആയിരുന്നു ഹോസ്പിറ്റലിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ അങ്ങനെ അവളിപ്പോൾ വാക്സിൻ 5 കഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും നോട്ടലാണ്. കംപ്ലീറ്റ് വാക്സിൻ ഈ വർഷത്തെ കഴിഞ്ഞു, ഇനി നെക്സ്റ്റ് ഇയർ ആണ് ചെയ്യാനുള്ളത്. അതേപോലെ ഡിവോം ചെയ്യുന്നതിൻ്റെ ഡേറ്റ്, കാര്യങ്ങൾ, ഡിവോം ചെയ്യേണ്ട എന്തൊക്കെയാണ്, ഡിവോമിൻ്റെ മെഡിസിൻ എത്ര ml ആണ് എന്ന ഡീറ്റെയിൽസ് എല്ലാം ഇതിൽ നോക്കുന്നതാണ്. അപ്പോൾ ഒരു കാര്യത്തിൽ നമുക്ക് കൺഫ്യൂഷൻ ഇല്ല. അതേപോലെ എപ്പോൾ വേണമെങ്കിലും നമുക്ക് 24 hours സർവീസ് ആയതുകൊണ്ട് ഏതെങ്കിലും ഡോക്ടേഴ്സ് അവിടെ അവൈലബിൾ ആയിരുന്നു. ഡോക്ടർ ഇല്ലാത്ത ടൈമിൽ എപ്പോഴായാലും ഡോക്ടേഴ്സ് ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു പെട്ടെന്ന് ഹോസ്പിറ്റൽ. പിന്നെ അവർക്ക് ഒരു സപ്ലിമെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു, സ്കൈക്കാൾ എന്ന് പറഞ്ഞൊരു സപ്ലിമെൻ്റ് ആയിരുന്നു. അത് കാൽഷ്യം ഫോസ്ഫറസ്, അത് ഫോർ സ്ട്രോങ്ങർ ബോൺസ് അറ്റ് ടീത്ത്, ഗുഡ് വിഷൻ, ഗ്രോത്ത് ഇൻ ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു നല്ല രീതിയിൽ ഇതും നല്ലൊരു മെഡിസിനായിരുന്നു. പിന്നെ അവരുടെ ഫുഡിൻ്റെ കാര്യം, ഫുഡെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് NNDയുടെ സ്റ്റാർട്ടറായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഇഷ്ടമായിരുന്നു അവർക്ക് സ്റ്റാർട്ടർ. പിന്നെ ആ ഒരു ടൈമിൽ ബ്രീഡറിൽ എടുത്തിട്ട് വന്നൊരു സമയമാകുമ്പോൾ ഭയങ്കരമായിട്ട് ഫുഡിനോടുള്ളൊരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ ഫുഡ് കഴിക്കാനും അങ്ങനത്തെ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ സ്റ്റാർട്ടർ മാത്രമാണ് കൊടുത്തുകൊണ്ടിരുന്നുണ്ടായിരുന്നത്. പയ്യെ നമ്മൾ കുറച്ച് വെജിറ്റബിൾസും എഗ്ഗും ചിക്കനും ആഡ് ചെയ്യാൻ തുടങ്ങി പതുക്കെ ആയിട്ട്. അപ്പോൾ ഒരു നേരമൊക്കെ വെച്ചിട്ട് കൊടുക്കുന്ന പോലെ
ക്യാരറ്റൊക്കെ മഞ്ഞപ്പൊടിയിട്ട് പുഴുങ്ങി കൊടുക്കുമായിരുന്നു, ബീറ്റ്റൂട്ട് പുഴുങ്ങി കൊടുക്കുമായിരുന്നു, അങ്ങനെ മഞ്ഞപ്പൊടിയിട്ട് പുഴുങ്ങി കൊടുക്കുമായിരുന്നു. പിന്നെ എഗ്ഗ് ബോയിൽ ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിൽ റോസ്റ്റ് ചെയ്തിട്ടാണെങ്കിലും എങ്ങനെയായാലും കൊടുക്കുക, എണ്ണയൊന്നും കൂടാതെ ജസ്റ്റ് വെറുതെ ഒഴിച്ചിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുമായിരുന്നു. എങ്ങനെയായാലും കഴിക്കുമായിരുന്നു. ആ സമയത്തൊക്കെ എല്ലാം കഴിക്കുമായിരുന്നു. വന്ന സമയത്ത് ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല ഫുഡിന്, എല്ലാം എന്ത് കൊടുത്താലും ആൾ കഴിക്കുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ചിക്കൻ പിന്നെ എപ്പോഴും ഫേവറേറ്റ് ഫുഡാണ് അവൻ്റെ, ചിക്കൻ നല്ല രീതിയിൽ എങ്ങനെയായാലും കഴിക്കും. പക്ഷെ ഞങ്ങളങ്ങനെ യൂസ്ഡ് ആയിട്ട് കൊടുക്കും, വീക്ക്ലി വൺസ് അങ്ങനെ കുറച്ചായിട്ട് ഫുഡ് ഒരു 3 times ആയിട്ട് സ്പ്ലിറ്റ് ഇതായിട്ട് കൊടുക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ പയ്യെ പപ്പി ഫുഡിലേക്ക് മാറി. പപ്പി ഫുഡ് നമ്മൾ ചെയ്ത റോയൽ കെന്നിൻ്റെ മിനി പപ്പിയാണ് പിന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അത് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചിക്കൻ അതുപോലെ എഗ്ഗ് ഓരോ ദിവസം ഓരോന്ന് വെച്ചിട്ട് കുറച്ച് വെറൈറ്റി ആയിട്ട് ഓരോ ദിവസമായിട്ട്, ചിലപ്പോൾ ഇത് മാത്രമായിരിക്കും കൊടുക്കുക. അവർക്ക് എന്തെങ്കിലും വയറിന് അപ്സെറ്റോ കാര്യങ്ങളോ വാഷ്റൂം പോകുന്നതിൻ്റെ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് മാത്രമായിട്ട് കൊടുക്കും. ഇല്ലെങ്കിൽ ക്യാരറ്റ് അങ്ങനെ എല്ലാം മഞ്ഞപ്പൊടി, ചിക്കൻ ആണെങ്കിലും മഞ്ഞപ്പൊടി ഇട്ടിട്ട് നന്നായി കുക്ക് ചെയ്തിട്ട് അത് ചെറുതായിട്ട് ഇതായിട്ടാണ്. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞൊരു 2 months ഒക്കെ കഴിഞ്ഞപ്പോൾ ഇവയ്ക്ക് ഓരോ ചോയ്സസ് ആയി. ചില ദിവസം കഴിക്കില്ല, ചില ദിവസം ചിക്കൻ കിട്ടിയാലേ കഴിക്കുള്ളൂ, ചില ദിവസം എത്ര വിശന്നാലും ചിലപ്പോൾ ഫുഡ് കഴിക്കില്ല, അതങ്ങനെ മാറ്റി ചിലപ്പോൾ വാരി കൊടുക്കണം. അങ്ങനത്തെ കുറച്ച് വാശികൾ പതുക്കെ വരാൻ തുടങ്ങി. പിന്നെ കുറച്ച് പേടി അബിയാണ്, പക്ഷേ സ്നേഹം കൂടുതലും അബിയാണ്. അബി ഒന്ന് വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ കുറച്ച് സൈലൻ്റ് ആവും, ഫുഡ് കഴിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അബി ഇല്ലാത്ത നേരത്തെ, അബി സൈറ്റ് പോകുന്ന നേരത്തൊക്കെ ഭയങ്കര കുറുമ്പാണ്. കാരണം ഞാൻ എന്ത് പറഞ്ഞാൽ ആൾക്കറിയാം ഞാൻ വഴക്ക് പറയില്ല. അപ്പോൾ എന്ത് ഇതായാലും അവൾ ഭയങ്കരമായിട്ട് വാശിയും ദേഷ്യവും ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അബിയുള്ള സമയത്താണെങ്കിൽ ആൾ മര്യാദ കുട്ടിയാണ്. പക്ഷേ സ്നേഹം കൂടുതലും അബി പുറത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ കുറേ സമയത്ത് വാതിൽ നോക്കി കിടക്കും. ഏറ്റവും കൂടുതൽ സ്നേഹം അബിയോടാണ്, പേടിയും അബിയോടാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.